കണ്ണാ, എല്ലാം ഓക്കെ അല്ലേ? നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി പേടിക്കാൻ ഒന്നുമില്ല. നാളെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആ പഴയ സന്തോഷം തിരിച്ചു വരും. പഴയതുപോലെ ആയില്ലേലും വേണ്ടില്ല. നന്ദു അവളൊന്ന് ചിരിച്ചു കണ്ടാൽ മതി. പാവം, അവൾ എന്തോരം വേദന അനുഭവിച്ചു. എല്ലാം അറിഞ്ഞിട്ടും അതൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. സാരമില്ല ദേവാ, നമ്മൾ ഇതുവരെ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും നാളെ കൊണ്ട് തീരും. കണ്ണ് ദേവൻ തുള്ളി തട്ടിക്കൊണ്ട് പറഞ്ഞു. അല്ല, നീ ഇന്നലെ അവളെ കാണാമെന്ന് പറഞ്ഞു പോയിട്ട് എന്തായി? എന്താവാൻ, ഉള്ളിലുള്ള എല്ലാം അവൾ തുറന്നു പറയില്ല എന്നുള്ള വാശിയിലല്ലേ. കല്യാണത്തിന് വരണം എന്ന് ഞാൻ പറഞ്ഞപ്പോ ആദ്യം അവൾ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ വരാന്ന് പറഞ്ഞു. കരഞ്ഞു കരഞ്ഞ് കണ്ണും മൂക്ക് വീർത്തിരിപ്പുണ്ട്. നമ്മുടെ ആ പഴയ നന്ദു ഇപ്പോ അവളെ കാണാനേ ഇല്ല. ആകെക്കൂടെ ഒരു കോലായിട്ടുണ്ട്. അതൊക്കെ ശരിയാവും. അവളെപ്പോഴും മുറിയടച്ചിരിപ്പല്ലേ. ആരോടും മിണ്ടുന്നില്ല, പുറത്തു പോലും ഇറങ്ങുന്നില്ലല്ലോ. ആ മുറിയിൽ തന്നെ ഇരുന്ന് കരച്ചിലല്ലേ. പിന്നെ നേരത്തിനൊന്നും കഴിക്കുന്നില്ലെന്നാ ദേവയാന്റി പറഞ്ഞത്. ഉറക്കവുമില്ല. ചില നേരത്ത് അവളുടെ മുറിയിൽ വെട്ടം പോലും കാണാനില്ല. എന്നാലും അവക്ക് എങ്ങനെ തോന്നിടാ അവളോട് അങ്ങനെ ചെയ്യാൻ? അവളൊരു പെണ്ണല്ലേ. എന്നിട്ടും ഛേ, നീ പറഞ്ഞതുകൊണ്ട് മാത്രോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അവളെ കൊന്നേനെ. അവൻ ദേഷ്യത്തിൽ കൈ മുരുട്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് ഇടിച്ചു. അവളോട് എനിക്ക് ദേഷ്യമില്ലാത്തത് കൊണ്ടാണോ ദേവ ഞാൻ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞത്? നന്ദുവിനെ ഓർത്തുകൊണ്ട് മാത്രമാ. അവൾ ഇത്രയും ചെയ്തിട്ടും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കണ്ടെന്ന് കരുതി. എന്തായാലും നാളൊരു ദിവസം കൂടി ഉണ്ടല്ലോ, നീ സമാധാനപ്പെട്. കണ്ണൻ ദേവൻ തുള്ളി തട്ടിക്കൊണ്ട് പറഞ്ഞു. തലയിൽ ആരുടെ കരസ്പർശം അറിഞ്ഞപ്പോ അവൾ കണ്ണു തുറന്നു നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ചിരിച്ചു. എന്നിട്ട് പതിയെ എഴുന്നേറ്റിരുന്നു. എന്തുപറ്റി? മൂക്കു വയ്യേ? ഈ നേരത്തൊരു കിടപ്പ്? ഒന്നുമില്ല അങ്കിൾ, ചെറിയൊരു തലവേദന, അതുകൊണ്ട് ഒന്ന് കിടന്നതാ, ഉറങ്ങിപ്പോയി. മോളിപ്പോ ഒരുപാട് മാറിപ്പോയി. ഞങ്ങളുടെ ആ പഴയ നന്ദുമോളെയല്ല. എന്താ കുഞ്ഞെ നിനക്ക് പറ്റിയേ? എന്തുണ്ടേലും മോൾക്ക് ഞങ്ങളോട് പറഞ്ഞൂടെ? ഞങ്ങളെല്ലാവരും മോളുടെ കൂടെയില്ലേ? ബാലൻ അവളുടെ തലോട് കൊണ്ട് ചോദിച്ചു. ഞാൻ അങ്കിളിനെ അച്ഛാന്ന് വിളിച്ചോട്ടെ? അവൻ ചോദിച്ചത് കേട്ട് അയാളുടെ കണ്ണു നിറഞ്ഞു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോൾക്ക് അങ്ങനെ വിളിക്കണമെങ്കിൽ വിളിച്ചോ. മോൾ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ രാമൻ്റെ മോള് എനിക്ക് മോൾ തന്നെയാണ്. കുഞ്ഞിലെ നീ എന്നെ അച്ഛാൻ തന്നെ വിളിച്ചോണ്ടിരുന്നേ. മോള് ദേവിയെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആദ്യം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ അച്ഛാന്ന് വിളിക്കുന്നത് കേൾക്കാൻ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കണ്ണിൽ നിന്നും ഒരു തുള്ളി അവളുടെ കയ്യിലേക്ക് ഇറ്റു വീണു. എന്തിനാ അച്ഛൻ കരയുന്നേ? അയാളുടെ കണ്ണ് തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. സന്തോഷം കൊണ്ടാ മോളെ. അത് കേട്ട് അവൾ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. ഒരു വരണ്ട ചിരി. മോള് അച്ഛനോടെങ്കിലും പറ, എന്തിനാ എൻ്റെ കുഞ്ഞിങ്ങനെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുന്നേ? മോൾക്ക് എല്ലാവരും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ആവാതെ അവൾ തല താഴ്ത്തി നിന്നു. ദേവന് മോക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വാസമായിട്ടില്ല. ഇപ്പോ അവൻ്റെ കല്യാണം വരെ എത്തിയ കാര്യങ്ങള്. ഇനിയെങ്കിലും മോളൊന്ന് തുറന്നു പറ. നിന്റെ മൗനം കാരണം നഷ്ടാവുന്നത് നിനക്ക് മാത്രമാ. പിന്നീട് അതാലോചിച്ച് വേദനിച്ചിട്ട് കാര്യമില്ല. അച്ഛാ, ഈ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഞാൻ എൻ്റെ മാത്രം സന്തോഷം നോക്കിയാ ബാക്കിയുള്ള എല്ലാവരും കരയേണ്ടി വരും. മറിച്ച് ഒരാൾ സങ്കടപ്പെടുന്നത് കൊണ്ട് മറ്റുള്ളവർ സന്തോഷമാണെങ്കിൽ അതല്ലേ നല്ലത്? അവൾ മുഖത്ത് ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ടനിപ്പോ കുറച്ച് വിഷമമൊക്കെ കാണും. പക്ഷെ അത് പോകെ പോകെ മാറിക്കോളും. വേണിച്ചേച്ചിക്ക് ദേവേട്ടനെ ജീവനാണ്. പതിയെ ദേവേട്ടൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടോളും. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ? നിനക്ക് അവന് ഇഷ്ടമാണ്, തിരിച്ചവനും. ഞങ്ങളെല്ലാം നിങ്ങൾ ഒന്നിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നേ. എന്നിട്ടിപ്പോ
ഞാൻ എൻ്റെ രാമന് കൊടുത്ത വാക്കാ നീ ദേവനുള്ളാന്ന്. അതുപോലും എനിക്ക് നിറവേറ്റാൻ കഴിയുന്നില്ലല്ലോ. അത് കുഴപ്പമില്ല, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛനെല്ലാം മനസ്സിലാവും. അവൾ ഒരു കളിയാലെ പറഞ്ഞു. മോളെ, നാളെ വരെ സമയമുണ്ട്. ഇനിയെങ്കിലും എല്ലാം തുറന്നു പറ. മോളുടെ മനസ്സറിഞ്ഞ പിന്നെ ദേവൻ നിന്റെ കഴുത്തിലായിരിക്കും താലി കെട്ടുന്നത്. അതെനിക്ക് അറിയാം അച്ഛാ. പക്ഷെ വേണ്ട, ഇനി ഞാൻ ദേവേട്ടന് ചേരില്ല. അതെന്തുകൊണ്ടെന്ന് ആരും ചോദിക്കരുത്. അത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒന്ന് ഞാൻ ഉറപ്പ് തരാം, ഞാൻ ചെയ്തത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. മോളെ, എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. തൽക്കാലം എൻ്റെ അച്ഛൻ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ല, നാളെ കല്യാണമായിട്ട് ഇവിടെ വന്നിരിക്കുവാണോ? പോയേ താഴെ ഒരുപാട് പണി കാണും. അവൾ ബാലിനെ വേഗം തന്നെ പുറത്തേക്ക് അയച്ച് മുറിയടച്ച് കുറ്റിയിട്ട് കട്ടിൽ വന്നിരുന്നു. 2 തുള്ളി കണ്ണുനീർ അവളുടെ കവിളിനെ നനച്ചുകൊണ്ട് താഴേക്ക് വീണു. വിശാൽ, നിനക്ക് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒന്നിനും ഒരു പിഴവും കൂടാതെ തന്നെ നടക്കണം. താൻ ഇങ്ങനെ പേടിക്കാതെടോ. നമ്മുടെ പ്ലാൻ പ്രകാരം തന്നെ എല്ലാം നടക്കും. എനിക്കത് മതി. നാളെ എന്തായാലും അവൾ കല്യാണത്തിന് വരില്ല. അവൾ വീട്ടിൽ തന്നെ കാണും. ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ അവിടെ ചെന്നൊന്ന് ഹോണടിച്ചാൽ മാത്രം മതി, അവൾ ഇറങ്ങി വരും. താൻ പേടിക്കാതിരുന്നു, ഞാനെല്ലാം നോക്കിക്കോളാം. അവളെ, ആ നന്ദുവിനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷെ അവൾ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി. അന്ന് ഞാൻ ഉറപ്പിച്ചതാ അവക്കിട്ട് നല്ല പണി കൊടുക്കണമെന്ന്. അതുകൊണ്ടാ നീ അന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നത്. പക്ഷെ ഒരിക്കലും അവളെ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ആദ്യം അവളെ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്നാ ഞാൻ കരുതിയേ. പക്ഷേ അത് ശരിയാവില്ല. അവൾ ജീവിക്കുന്ന ജീവിതം അത് ദേവേന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത് അവൾ കാണണം. അതുകൊണ്ടാ ഞാൻ അവളെ ജീവനോടെ വിട്ടത്. അവളിരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. പക്ഷേ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാ ശരിയാവില്ലല്ലോ. അതാ ഞാൻ ബാക്കി പറയാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പൊ നീ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലേ? ഇനി എനിക്ക് വേണം അവളെ ഇഞ്ചിഞ്ചായി എനിക്ക് അനുഭവിപ്പിക്കണം. അവൾ വേദനിക്കുന്നത് എനിക്ക് കാണണം. എങ്കിലേ എന്റെ കാലിയടങ്ങൂ. നാളെ അവളെങ്ങാനും എന്റെ കൈ കിട്ടാതെ വന്നാ. അവന്റെ മുഖം ദേഷ്യത്തെ ചുമന്നു. അത് കണ്ട് അവളൊന്ന് പേടിച്ചു. ഹേയ് കൂൾ വിശാൽ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പ്ലാൻ എല്ലാം നടക്കും. അവൾ അവന്റെ തുള്ളി തട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ആയാ നിനക്ക് കൊള്ളാം. നാളത്തെ ദിവസത്തിനായിട്ടാ ഞാനിപ്പോ കാത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അവൾക്ക് വേദനയുടെ ദിനങ്ങളാണ്. അവന്റെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. അത് പതിയെ അവളിലേക്ക് എത്തി. അത് പിന്നെ കൂട്ടച്ചിരിയിലേക്ക് മാറി. നീ പറഞ്ഞ നേരാണോ? അവനും ഉണ്ടോ? അതേ ദേവാ, ഇന്ന് യാദർച്ഛികമായിട്ടാ ബീച്ചിൽ വെച്ച് ഞാൻ അവരെ കണ്ടത്. അവൾക്ക് കൂട്ടിന് അവനുണ്ട്. അവൻ വിശാല്. അന്നവൻ ദേവുവിനെ ശല്യം ചെയ്തപ്പോ തന്നെ ഞാൻ അവന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയേനെ. പക്ഷേ നീ ഇടയിൽ കയറിയതുകൊണ്ടാ, അല്ലെങ്കിൽ ഇന്നവൻ ജീവനോടെ കാണില്ലായിരുന്നു. ദേവൻ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എറിഞ്ഞു പൊട്ടിച്ചു. ദേവ, നീയൊന്ന് അടങ്ങ്. കണ്ണൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെയാണ് ഇതായിട്ട് മിണ്ടാതിരിക്കുന്നേ? എന്റെ പെണ്ണിന്റെ ജീവിതം വെച്ചല്ലേ അവർ കളിച്ചത്. രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. ദേവ, ഇപ്പൊ ദേഷ്യം കാണിച്ചെല്ലാം നശിപ്പിക്കാതെ സംയമനം പാലിക്കണം. ഇതുവരെ കൊണ്ടുവച്ചിട്ട് കലക്കിൽ കൊണ്ടുവന്ന് കല ഉടയ്ക്കണോ? പിന്നെ ഇനി അവനെ വെറുതെ വിടണോ നീ പറയുന്നേ? അങ്ങനെ ഞാൻ പറഞ്ഞു. നാളെ അവൻ നന്ദുവിനെ കൊണ്ടുപോകാൻ വരുമെന്നല്ലേ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ നന്ദു നമ്മുടെ കൂടെ അമ്പലത്തിലേക്ക് വരും എന്നല്ലേ പറഞ്ഞേ. അപ്പോ അവന്റെ കൂടെ അവള് പോവില്ല. അതിന് നീ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലായില്ല. കാര്യം സിമ്പിൾ. അവൻ നേരെ അമ്പലത്തിലേക്ക് വരും. കെട്ടുകഴിഞ്ഞ് അവളെ കൊണ്ടുപോവാൻ. അതായിരിക്കും അവരുടെ അടുത്ത പ്ലാൻ. പക്ഷേ അവന് വരാൻ പറ്റില്ല. കണ്ണാ, അല്ലേ തന്നെ ആകെ പ്രാന്ത പിടിച്ച് നിൽക്കുക. അതിനിടയ്ക്ക് നീ ഇങ്ങനെ വാലും തുമ്പില്ലാതെ ഓരോ പറയുന്നത്. എടാ പൊട്ടാ, നാളെ അവൻ പോയിട്ട് അവന് നേരിൽ പോലും നന്ദുന്റെ അടുത്തേക്ക് വരില്ല. അവൻ വരണമെങ്കിൽ അതിന് ഞാൻ വിചാരിക്കണം. അവൻ ദേവൻ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു. എന്നുവച്ചാ നീ അവനെ
അതെ, അവനിപ്പോ നമ്മുടെ ഗോഡൗണിലുണ്ട്, ഭദ്രമായിട്ട്. ഇനി ഞാനല്ല, നമ്മൾ വിചാരിക്കണം അവൻ പുറം ലോകം കാണണമെങ്കിൽ. ഇത് നേരാണോ? പക്ഷെ എങ്ങനെ? അവളുടെ കൂടെ അവനുണ്ടെന്നറിഞ്ഞപ്പോ എനിക്ക് എന്നെ നിയന്ത്രിക്കാനായില്ല. പക്ഷേ എടുത്തുചാടി ശരിയാവില്ലെന്ന് തോന്നിയപ്പോ എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. അവനെ ഫോളോ ചെയ്ത് അവസരം കിട്ടിയപ്പോ അതുപോലെ അങ്ങ് പെരുമാറി. നമ്മുടെ ഗോഡൗണിൽ കൊണ്ടിട്ടിട്ടുണ്ട്. കണ്ണാ, എനിക്ക് അവനൊന്ന് കാണണം. എന്റെ നന്ദുവിനെ വേദനിപ്പിച്ച അവനെ വെറുതെ വിട്ടൂടാ. അതൊക്കെ പിന്നെ, ആദ്യം ഇവിടുത്തെ പ്രശ്നം സോൾവ് ആവട്ടെ, എന്നിട്ട് മതി ബാക്കിയെല്ലാം. തൽക്കാലം കല്യാണച്ചക്ക വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അവൻ അതും പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. അവന്റെ പുറകെ ദേവനും റൂമിലേക്ക് കയറി. ചേച്ചി, അത് പിന്നെ എന്നോട് നാളെ കല്യാണത്തിന് വരണം ദേവേട്ടൻ പറഞ്ഞു. അപ്പൊ പിന്നെ അവൾ മുഴുവനാക്കാൻ നിർത്തി. ദേവേട്ടൻ പറഞ്ഞ അപ്പൊ തന്നെ നീ അതനുസരിക്കൂ? നിനക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതാ ചേച്ചി ദേവേട്ടനോട് ഞാൻ വരുന്നില്ലെന്ന്. പക്ഷേ ദേവേട്ടൻ സമ്മതിക്കുന്നില്ല. വന്നേ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചേ. ശരി, വരുന്നതൊക്കെ കൊള്ളാം. വെറുതെ എനിക്ക് പണിയുണ്ടാക്കരുത്. അറിയാലോ നിനക്കെന്നെ. ഇല്ലേച്ചി, ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ചേച്ചി പറയുമ്പോൾ തന്നെ ഞാൻ എല്ലാം ചെയ്തോളാം. എന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ അറിയാലോ എന്താ ഉണ്ടാവുന്നെന്ന്. ഇല്ല, ഞാൻ ഒന്നും ചെയ്യില്ല. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് പൊക്കോളാം. പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ വരില്ല. എന്നാ നല്ലത്. നീ അപ്പോ പറഞ്ഞൊന്നും മറക്കണ്ട. നാളെ കഴിഞ്ഞ പിന്നെ എന്റെ കൺവെട്ടത് കണ്ടുപോയേക്കരുത്. അത്രയും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. ഇല്ലേച്ചി, ഇനി ഒരിക്കലും ഞാൻ ആരുടെ മുന്നിൽ വരില്ല. ഞാനായിട്ട് ആർക്കും ഒരു ശല്യത്തിനും വരില്ല. നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. അവൾ ഓരോന്നോർത്ത് കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങി. നാളെ അവൾക്കായി കാത്തുവെച്ചത് എന്തെന്നറിയാതെ. ഇന്നാണ് ദേവന്റെയും വേണിയുടെയും വിവാഹം. എല്ലാവരും രാവിലെ തന്നെ അതിന്റെ ഒരുക്കങ്ങളിലാണ്. താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി ദേവിയും ബാലനും ഓടി നടന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ട്. എല്ലാവരും അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവാനായി അവരുടെ മുറിയിലേക്ക് പോയി. ഞാൻ പതിയെ കണ്ണാടിന് മുമ്പിൽ പോയി നിന്നു. കണ്ണാടിൽ കാണുന്ന എന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. മുഖമാകെ വേർതിരിപ്പുണ്ട്. കണ്ണാകെ ചുമന്നിട്ടുണ്ട്. രാത്രി മുഴുവൻ കരയുകയായിരുന്നു. ദേവേട്ടനെ എന്നേക്കുമായി നഷ്ടാവൂല്ലെന്ന് ഓർത്തപ്പോ വീണ്ടും എന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പക്ഷെ വാശിയിൽ ഞാനത് തുടച്ചു കളഞ്ഞു. ഇല്ല നന്ദു, നീ എനിക്ക് അറിയാൻ പാടില്ല. നീ ഇത്രയും കഷ്ടപ്പെട്ടത് ഒന്നും വെറുതെ ആവാൻ പാടില്ല. ദേവേട്ടനോടുള്ള നിന്റെ സ്നേഹം അതിനി ആ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അതൊരിക്കലും പുറത്ത് പ്രകടിപ്പിക്കരുത്. ഇന്നീ കല്യാണം നടക്കേണ്ടത് മറ്റാരേക്കാളും നിന്റെ ആവശ്യമാണ്. നീ കാരണം ഈ കല്യാണം മുടങ്ങാൻ പാടില്ല. കണ്ണാടിയിൽ നോക്കി അവൾ അവളോട് തന്നെ പറഞ്ഞു. അവൾ കണ്ണാടി കൂടി കട്ടിലേക്കിരിക്കുന്ന സാരിയിലേക്ക് നോക്കി. അവൾ പതിയെ അങ്ങോട്ടേക്ക് നടന്ന് ആ സാരി കയ്യിലെടുത്തു. ദേവേട്ടൻ എനിക്കായി വാങ്ങിയത്. ഇങ്ങനെയൊന്നും ഞാൻ ദേവേട്ടിൽ നിന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിങ്ങനെയല്ലായിരുന്നു. ദേവേട്ടൻ ഈ സാരി എനിക്ക് തന്നത് ദേവേട്ടൻ്റെ കല്യാണം കൊടുക്കാനാണ്. ദേവേട്ടൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ആ സ്വപ്നം എനിക്ക് അന്യാണ്. ഇന്നു മുതൽ ദേവേട്ടൻ വേണിച്ചേച്ചിയുടെ സ്വന്തമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നും ദേവേട്ടനെ ഉണ്ടാവും. എനിക്കറിയില്ല ദേവേട്ടാ. ദേവേട്ടൻ മറ്റൊരാളുടെ കയ്യിൽ താലി കെട്ടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്കത് കാണണം. സ്വന്തം കരുതിയത് എല്ലാം എനിക്ക് അന്യമായിരിക്കുന്നു. ഞാൻ ചെറുതായിട്ട് ഒന്ന് ദേഷ്യപ്പെട്ടാ അപ്പം തന്നെ എല്ലാവർക്കും എന്നോട് ദേഷ്യമായി. സ്വന്തം ചേട്ടൻ പോലും എന്നോട് അകൽച്ച കാണിച്ചു. ദേവു, അവൾ എനിക്കൊരു കൂടെപ്പിറപ്പ് തന്നെയായിരുന്നു. ദേവേട്ടനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പോലും എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലാതായി. ആരെന്തു പറഞ്ഞാലും എനിക്ക് വിഷമാവില്ലായിരുന്നു. പക്ഷേ ദേവു, അവളെന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും അതിൻ്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. എൻ്റെ ജീവിതം പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണോ അവൾ തന്നെ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്നും എൻ്റെ നിഴലായിട്ട് നടന്നവളാ. അവൾക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. വേണ്ട,
ഇനി ആർക്കും ഒരു ശല്യം ആവരുത്. കല്യാണം കഴിഞ്ഞ് ഉടനെ പോകണം എനിക്ക്, ആരും തേടി വരാത്തൊരിടത്തേക്ക്. ദേവേട്ടൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. അത് എവിടെയായാലും എനിക്ക് അറിയാൻ പറ്റും. ദേവേട്ടൻ്റെ ഇപ്പോഴത്തെ എല്ലാ വിഷമങ്ങളും മാറിക്കോളും. പതിയെ പതിയെ എല്ലാവരും എന്നെ മറക്കും. എൻ്റെ ഓർമ്മ പോലും ആർക്കും വേണ്ട. പോകും മുന്നേ അച്ഛനും അമ്മയൊന്ന് പോയി കാണണം. എൻ്റെ കൈ കൊണ്ട് അവരുടെ അസ്ഥിത്തറയിൽ അവസാനമായിട്ട് തിരികൊളുത്തണം. ഇനിയൊരിക്കലും എനിക്കൊരു തിരിച്ചു വരവുണ്ടാവില്ല. അവൾ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മാറാനുള്ള ഡ്രസ്സുമായിട്ട് ഫ്രഷ് ആവാൻ കയറി. ശ്രുതി, എങ്ങനെയുണ്ട് ഇപ്പം എന്നെ കാണാൻ? അവൾ റെഡിയായി കഴിഞ്ഞ് കണ്ണടയിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. കൊള്ളാം, അവൾ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. എന്തുപറ്റി, നിന്റെ മുഖത്ത് തെളിച്ചില്ലല്ലോ? വേണി സംശയത്തോട് ചോദിച്ചു. നിനക്ക് എങ്ങനെ കഴിയുന്നു വേണി ഇങ്ങനെ സന്തോഷിക്കാൻ? ഒരു പെണ്ണിന്റെ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിയിട്ടിട്ട് ഒന്നും സംഭവിക്കാതെ പോലെ നിന്റെ നിൽപ്പ് കാണുമ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നേ, അവൾ മനസ്സിലുള്ള തുറന്നു പറഞ്ഞു. ഓ, അതാണ് പ്രശ്നം. അത് നീ ഇതൊരു വിട്ടില്ലേ? നിനക്കിങ്ങനെ നിൽക്കാൻ എങ്ങനെ തോന്നുന്നു? ഒരു തരി പോലും മനസാക്ഷി കുത്തു തോന്നില്ലേ? എന്തിന്? അതിനൊരു ആവശ്യമില്ല. എന്റെ ദേവേട്ടനെ അവൾ തട്ടിയെടുക്കാൻ നോക്കി, ഞാൻ അത് തിരികെ പിടിച്ചു. അതെനിക്ക് ഒരു കുറ്റബോധമില്ല. സത്യത്തില് അവളെ ഞാൻ കൊള്ളേണ്ടതായിരുന്നു, പക്ഷേ അത് ഞാൻ ചെയ്തില്ലല്ലോ. അവളുടെ ജീവൻ തിരിച്ചു കൊടുത്തില്ലേ? ജീവൻ മാത്രം, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. പറഞ്ഞപ്പോ എത്ര സിമ്പിളായിട്ട് കഴിഞ്ഞു. പക്ഷേ നീ അവളെ കൊല്ലുന്നായിരുന്നു ഇതിലും നല്ലത്. ആ പെണ്ണിപ്പോ ഓരോ നിമിഷവും ഉരുകി കഴിയുന്നത്. സഹിക്കാൻ വയ്യാതെ അവൾ എന്തെങ്കിലും കയ്യബലം കാണിച്ചാ കുടുങ്ങാൻ പോകുന്ന നീയാണ്. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. എന്റെ ദേവി, ഇനി അവൾ എന്തെങ്കിലും ചെയ്യൂ? ഏയ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരുന്നെങ്കിൽ അവൾ നേരത്തെ അങ്ങനെ ചെയ്തേനെ. അവൾക്ക് പേടി തോന്നിയെങ്കിലും അങ്ങനെ പറഞ്ഞ് ആശ്വസിച്ചു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.